ഹലോ ഹലോ ഹലോ. നിന്നെ എത്ര തവണ വിളിച്ച് കിട്ടിയില്ലല്ലോ. യോ, ഞാനൊരു മലേന്റെ മുകളിലാണ്. മലയുടെ മുകളിൽ കയറിയ നീ എന്നെ വരയാടോ? ഞാൻ എന്റെ വണ്ടി എനിക്ക് പഞ്ചറായി കിടക്കുകയാണ്. ഇവിടെ മനുഷ്യരെ നോക്കി കാണുന്നില്ല. ഇപ്പൊ എന്തോ ചെയ്യും? ഇപ്പൊ എന്താ ചെയ്യാൻ ഞാൻ നോക്ക്. എടാ ഞാൻ ഇപ്പൊ വിളിക്കേ, ഒരു പീടിയ കാണാൻ പോയി നോക്കട്ടെ. ഞാൻ വിളിക്കപ്പോ വാഴത്തൊമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പൈങ്കിളി എന്റെ വാഴ ഗോപാലനെ മൈദ തേപ്പിക്കും പടടി. അല്ല ചേട്ടാ, ആ ഈക്ക് ഇത്ര സംഗതി ഇല്ലല്ലോ. എന്റെ കയ്യിൽ നിന്ന് ഒരു സംഗതി അങ്ങോട്ടപ്പോ ഒരു സംഗതി കയ്യിൽ നിന്ന് പോയതാ. ഈ നാട്ടിൽ ആദ്യമായിട്ടല്ലേ? അയ്യോ, ചേട്ടൻ എങ്ങനെ മനസ്സിലായി? അല്ല, ഈ നാട്ടിലുള്ളവരൊന്നും ഇവിടെ വരലില്ല. അല്ല, ഇത് ഇവിടെ ശരിയാകുന്നുണ്ടെന്ന് പറഞ്ഞതാ. എന്താ പറ്റിയേ? അതെ, ഈ വണ്ടിയുടെ ടയർ പഞ്ചറായി. അപ്പൊ എനിക്ക് ഒട്ടിക്കാൻ ആരെങ്കിലും കിട്ടും, ടയർ ഒട്ടിക്കാൻ വേണ്ടിട്ട്. അത് നമ്മള് വർക്ക്ഷോപ്പിൽ സുഖം ഉണ്ടോ? അവനെ വിളിക്കാം നമുക്ക്. മോളൊരു കാര്യം ചെയ്യും, അത് കുറച്ച് സമയം കൊണ്ട് സുഖം വരും. മോളൊരു ഗ്ലാസ് ചായ അങ്ങ് കുടിച്ചോ. അല്ല, ചായ വേണ്ട. അല്ല, മോള് ചായ കുടിച്ചോ മോളെ. ഇത് നമ്മളെ നാട്ടിന്റെ ഒരു ഇതാണ്, സന്തോഷാണ്. ആദ്യം വരുന്ന ആൾക്കൊരു വെള്ളം കൊടുക്കുക. ആണല്ലേ, ഞാൻ കുടിക്കില്ല അങ്ങനെ ചായ. നല്ല ചായ. എല്ലാ പൈസ എങ്ങനെയാ? പൈസ ഒന്നും വേണ്ട മോളെ. മോൾ ആദ്യമായിട്ട് എന്റെ പീടിയല്ലേ വന്നൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഞാൻ മോളോട് പൈസ ചോദിക്കാം? അങ്ങനെയല്ല, എന്നാലൊരു ചേട്ടൻ കച്ചവടം നടത്തുന്നല്ലേ. അതൊന്നും പ്രശ്നമല്ല. നമ്മളെ നാട്ടിൽ അങ്ങനെയാ. സന്തോഷമായിട്ടൊരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ അതിന് പൈസ ചോദിക്കാം. പോരുന്നു. എന്ത് സ്നേഹമുള്ള മനുഷ്യന്മാരവിടെ. അല്ലേട്ടാ, ഇവിടെ കച്ചവടം എങ്ങനെയാണ്? കച്ചവടം എന്ന് പറഞ്ഞാൽ ഭയങ്കര അപതായിനു. അങ്ങനെ ഓളെല്ലാം കൂടി തൊഴിലുറപ്പ് എന്നൊക്കെ ഒരു പൈസയൊക്കെ എടുത്ത് സെറ്റായി ഇങ്ങനെ സെറ്റായി വരിക. അപ്പൊ എന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ആളുകൾ തെണ്ടി തിരിഞ്ഞ് ഇവിടെ വരൂ. അന്നേരം ഞാൻ ചായ എടുത്തു കൊടുക്കും. ഇവരോട് ഞാൻ പൈസ ചോദിച്ചാൽ ഇവരിട്ട് തരികയില്ല. എന്നാൽ ചായ കുടിക്കുന്നവർ വിചാരിക്കണ്ടേ ഈ പൈസ തരണമെന്ന്. ഇവരിട്ട് തരികയില്ല. വരുന്നവരൊക്കെ ഇത് തന്നെയാ പരിപാടി. ചേട്ടൊരു കാര്യം ചെയ്യും, ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. സ്കാനർ എവിടെ? സ്കാനർ അവിടെ പറയണ്ടേ, ഞാനേ പൈസ അയച്ചിട്ടുണ്ടേ. അല്ലേട്ടാ, ഇവിടെ വേറെ പീടികളൊന്നും ഇല്ല, ഈ പീടിയ മാത്രമേ ഉള്ളൂ? ഇവിടെ ഈ പീടിയേ ഉള്ളൂ. ആണല്ലേ? ഇതെന്റെ അച്ഛൻ തുടങ്ങിയതാ. ഓ, അച്ഛന് ചായ കച്ചവടം? ഇനി അല്ലല്ല, അച്ഛൻ ഒരു ഫോട്ടോഗ്രാഫറായി. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് തുടങ്ങിയതാ. അടിപൊളി സ്ഥലാ. അല്ല, ചേട്ടൻ അച്ഛൻ എവിടെയാ പോ? അച്ഛൻ മരിച്ചു പോയില്ലേ? പാവം, എങ്ങനെ മരിച്ചേട്ടാ? അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു അമ്മയെ കുഞ്ഞനും ഇങ്ങനെ നടന്നു വരിക. അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഈ കുട്ടീന്റെ അച്ഛൻ ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ല എടുത്തത്. ആണല്ലേ? അതിന് എന്റെ അച്ഛനെ കൊന്നുകളഞ്ഞ്. എന്താ പറഞ്ഞൊരു കുട്ടീന്റെ ഫോട്ടോ എടുത്തതിന് ഇഷ്ടപ്പെടാൻ കൊല്ലാനോ? കൊന്നുകളഞ്ഞ്. ഏട്ടാ, അതിങ്ങനെ വിട്ടാ പറ്റൂല. നിങ്ങൾ കേസ് കൊടുക്കുന്നത്? കേസൊന്നും കൊടുത്തിട്ട് കാര്യമില്ല പെങ്ങളെ. ആരും വന്ന കാര്യമില്ല. നിങ്ങൾ വരും, ഞാൻ കൊണ്ട് കൂടെ വരും. കൂടെ നടക്കൂല. അതെന്താ നിങ്ങൾക്ക് അറിയോ? ഒരു കാട്ടാന ഇങ്ങനെ നടന്നു വരുമ്പോ അച്ഛനാണ് ഫോട്ടോ എടുത്ത്. അന്നേരം കൊമ്പനാണ് വെറുതെ നിൽക്കും. അച്ഛനെ ചവിട്ടിക്കൊന്ന്. പിന്നെ നിങ്ങൾ പറഞ്ഞ് കേസ് കൊടുത്താലേ. ഇനി അങ്ങനെ കേസ് കൊടുത്ത് ഈറ്റകളൊക്കെ കോടതി വളപ്പ് വരെയല്ലേ എത്തിക്കാനാവുള്ളൂ. ആ ചെറിയ കൂട്ടിൽ ആനയും കുഞ്ഞനും വലിയൊക്കെ എങ്ങനെ നിർത്താൻ എന്റെ മോളെ? സോറി ഏട്ടാ, എന്റെ തെറ്റാ. അല്ല, സുഖപ്പെങ്ങാൻ വരുമോ? സുഖപ്പം വരും. മോള് ഇരുന്നപ്പം വരും. തമ്പിച്ചായം വരുന്നു. ഇനി തള്ളി മറയ്ക്കും. എന്റെ പടച്ചോൻ ഈ പീട് ഇവിടെ ഉണ്ടായാ മതിയായിരുന്നു. തമ്പിച്ചായ ഇവിടെ കച്ചവടം കുറഞ്ഞപ്പോ എന്റെ പേരിൽ ഇവിടെ ചായ ഇറക്കിക്ക. എന്തെന്ന്? തമ്പിച്ചായ. ഞാൻ നിങ്ങളെ വിളിച്ചാ മനുഷ്യ തമ്പിച്ചായാന്ന്. അങ്ങനെ സരിഗരിണി നിതമകരി. നന്നായി പാടുണ്ടല്ലോ. ഞാനും ദാസനൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ബന്ധാണല്ലോ. ഏത് നമ്മളെ തേങ്ങ പറിക്കുന്ന ദാസനോ? അതെന്റെ കമ്പനിക്കാര്. ഇത് യേശുദാസ്. ഞാനും ഓനൊക്കെ ആയിട്ട് ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആണ്. ഞാനും ഓനും ഒക്കെ ഉണ്ടല്ലോ പണ്ട് മുതൽ ഈ കല്യാണപ്പുരയിൽ കരോക്കെ ഗാനമേളയ്ക്കൊക്കെ പോയിനി. ഞാനും ഓനും പാട്. അപ്പൊ ഓൻ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കറുപ്പും കറുപ്പിട്ടിട്ട് വരിക പരിപാടി സ്ഥലത്തേക്ക്. അങ്ങനെ ഞാനാണ് ഇവനോട് പറഞ്ഞത്, അനക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ വെള്ളയും വെള്ളി ആക്കിക്കോന്ന്. ഓ, അങ്ങനെയാണ് അപ്പൊ ദാസേട്ടൻ വെള്ളയും വെള്ളി ആക്കിയത്? ഞാൻ പറഞ്ഞിട്ടാക്കിയതാ. വെള്ളയും വെള്ളി ഇടാഞ്ഞേ? ആരെങ്കിലും ഒരാൾ കഞ്ഞി പിടിച്ച് പോയിക്കോട്ടെ. പിന്നെ ഇത് മാത്രല്ല, സംഗീതത്തിലേക്ക് ഭയങ്കര ബന്ധാണ്. എന്ത് ബന്ധോ? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, എല്ലാ പാട്ടുകാരും കൂടി ഇന്റെ ഒരു കമ്പനിക്കാരൻ എപ്പോഴും ഉണ്ടാവും. യേശുദാസ് കോറസ്, ചിത്ര കോറസ്, എന്തിനു പറയുന്നു, റഹ്മാന്റെ കൂട്ടത്തിൽ വരെ ഉണ്ട് ഇന്റെ ഒരു കമ്പനിക്കാരെ. അല്ലത്താരാ? അത് വണ്ടി ബൈക്കിലായിട്ട് വന്നതാ. എന്ത് ചെയ്യുന്നു? ഞാൻ ഓട്ടോ ഓടിച്ച് നടക്കുക. ഓട്ടോ ഓടിച്ചിട്ട് എന്തിനാ നടക്കുന്ന? അതിന്റെ തന്നെ കയറി പോയ പോരെ? അതല്ല, ഓട്ടോ ഓടിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞതാണ്. അങ്ങനെ അല്ല, മുളയ്ക്ക് എന്തിനാ ഈ ഉണക്ക പീടിയയിൽ വന്നത്? ഞാൻ ഇങ്ങോട്ട് വന്നതല്ല, ഞാൻ ഈ 1-2 കാര്യത്തിന് വേണ്ടി ഈ ഭാഗത്തേക്ക് വന്നതാണ്. ഞാൻ നോക്കുന്നത് ഇവിടെ ആരും വരലില്ല. അതെ, ഞാൻ ഈ ഓട്ടോ ഓടിച്ചിട്ട് കുറെ കാലയിൽ നടക്കുന്നത്. അപ്പൊ വിദേശത്തേക്ക് പോകാൻ ഒരു ഓഫർ വന്ന്. അപ്പൊ എന്റെ ഫ്രണ്ട് കിഷനെടുത്ത് വന്നതാ. അല്ല, അങ്ങനത്തെ പേപ്പറൊക്കെ ശരിയാക്കണം ഇവിടെ വിദേശത്ത് പോണെങ്കിൽ. എന്ത്? ഫ്രഞ്ച് കിസ്. അയ്യോ, ഫ്രഞ്ച് കിസ്
ഒന്നുമല്ല, എന്റെ ഫ്രണ്ട് കിഷിന്റെ അടുത്ത് വന്നതാണ്. മോളത് മര്യാദക്ക് പറഞ്ഞു കൊടുക്കാം, അല്ല ചങ്ങായി കാട് കയറി ചിന്തിച്ചു പോകും. അല്ല ഈ വിദേശത്ത് എവിടെയാ? വിദേശ ഡെൻമാർക്കില്. ഡെൻമാർക്ക് ഭൂപടത്തൊന്നും ഇല്ലേ ഇപ്പൊ? 30 വർഷമായിട്ട് ഞാൻ ആടിയേനി ഡെൻമാർക്കിലോ? ഡെൻമാർക്കില്. ഓ, അപ്പൊ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവില്ല അവിടെ. ഞാൻ ഈ 30 വർഷം മുമ്പ് ഞാൻ ആടെ എത്തുന്ന സമയത്തുണ്ടല്ലോ, ആടെ അവർക്ക് ശരിക്കും 9 മാർക്കേ ഉള്ളൂ. 9 മാർക്കുള്ളൂ. ഉള്ളൂ. പിന്നെ ഞാൻ ആടെ എത്തി അവിടെ വികസനം അങ്ങോട്ട് കൂടി. അപ്പൊ ഈ തൊഴിലുറപ്പിന്റെ പെണ്ണുങ്ങളും കുടുംബശ്രീ തൊഴിലുറപ്പുണ്ടോ? ഞാൻ ഇവിടുന്ന് പോകുമ്പോ കൂട്ടത്തിൽ വന്നതല്ലേ. അങ്ങനെ ഇതൊക്കെ കൂടെ അവലിനോട് പറഞ്ഞു, നിങ്ങളെ വകയായിട്ട് എന്തെങ്കിലും ഒരു മാർക്ക് നിങ്ങൾ തരണമെന്ന്. എന്നിട്ട് അങ്ങനെ ഞാനാണ് ഇത് നോക്കിയിട്ട് കൊടുക്കാണ്ടക്കാനും പറ്റൂല. അമ്മാരുത്തെ വികസനല്ലാടെ. അങ്ങനെ ഞാൻ ഒന്ന് കണ്ടും പൂട്ടി ഒരു മാർക്കും കൂടി ഇട്ട് കൊടുത്ത്, അങ്ങനെയാണ് ഈ 9 മാർക്ക് 10 മാർക്കായത്. അപ്പൊ നിങ്ങളാണ് ഡെൻമാർക്ക് പേരുണ്ടാക്കിയത്? ഞാൻ ഉണ്ടാക്കിയത്. ഹലോ, ഓ ഓ ഓ ഓ അങ്ങനെയല്ല. ഓ ഹാ ഓ ഹാ കേളി മിഥുനം മിഥുനം ഓ ഹാ ഓ ഹാ അങ്ങനെ പാടി. അങ്ങനെ കളിയാ കളിക്കുന്നത്. ഇവിടെ ഫുള്ള് പ്രശ്നം. പുലി ഇറങ്ങിക്ക് പോലെ കാട്ടുന്നത്. കാട്ടുന്ന പുലിയല്ലാണ്ട് പിന്നെ പുലിമുരുകന്റെ ടൈലർ ഇറങ്ങോ? ഇതെല്ലാം കൂടി പഞ്ചായത്ത് കെട്ടിൽ പെട്ട് കിടക്കാ പോലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? ഫോറസ്റ്റുകാരെ വിളിച്ചു നോക്ക, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? നമുക്ക് പഞ്ചായത്ത് പരാതി ഏടിയും പോണ്ട. എന്തായാലും ഈ പോയിട്ട് കാര്യമില്ല. സാധനം തീർന്നിക്കുന്നു. അതെ, ചേട്ടൻ പറയാ പോയി നോക്കാതെ. ഞാനാ തീർത്ത്. നിങ്ങളോ? ഞാനല്ലേ തീർത്ത്. വെറുതെ പറയരുത് കേട്ടോ. എടോ, ഞാൻ ഈ പൊലച്ച 5-5:30 മണിക്ക് ഞാൻ അങ്ങനെ നടന്നു വരുമ്പോ കുട്ടിക്കാട്ടിനുള്ളിൽ നിന്ന് ഒരൊച്ച. ഞാൻ ബെല്ലം അങ്ങനെ നടന്നു പോയി കണ്ടേ, പുല്ലിങ്ങനെ അങ്ങോട്ട് നീക്കി. അങ്ങോട്ട് നിൽക്കണ്ട, കണ്ണു കുത്തും പുല്ല്. അങ്ങോട്ട് ബാക്കോട്ട് പുലി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് എന്നോടൊരു ചോദ്യം, അല്ലാതെ കള്ള വാങ്ങിച്ച മോനെ മുട്ടാണ്ടി വിളിക്കാണ്ടാണ് അങ്ങോട്ട് കയറി വരുന്നത്. പുലി നിങ്ങളോട് എന്നോടൊരു ചോദ്യം. പുലി വർത്താനം പറയും. നിങ്ങൾ ഷേരും ഷൂത്രനൊന്നും വായിക്കില്ല? അതിനകത്ത് കഥ അറിയില്ലേ? അതേമാതിരി തന്നെ എവിടെയും പറഞ്ഞേ. അങ്ങനെ ഇത് ഇന്റെ നേരെ ഒരു ഒറ്റ ചാട്ടം. നേരെ അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ ഈ ഫുട്ബോൾ അടിക്കുന്ന മാതിരി, മെസ്സി അടിക്കുന്ന മാതിരി വന്നും കണ്ട് ഇടത്തേക്കാലുണ്ട് എടുത്തും കണ്ട് വലത്തേക്കാലുണ്ട് ഒരു ഒറ്റ. അങ്ങനെയാണ് അത് ഈ പഞ്ചായത്ത് കിണറിൽ വീണത്. കുറച്ച് കൂടി പോയിണ്ട്. കുറച്ചിട്ട് അടിച്ചേ. കുറച്ചതാ. ഞാൻ എന്റെ ഫുള്ള് പവർ എടുത്തിട്ടാണ് ഇതിനെ അടിക്കുന്നത് ഉണ്ടെങ്കിലോ, ഇത് ഏതെങ്കിലും ഉൾക്കാട്ടിൽ പോയി വീഴും. അങ്ങനെ ഉൾക്കാട്ടിൽ പോയി വീണുണ്ടെങ്കിൽ ഇതിനാകെ ഒരു ഈഗോ അടിക്കും. കാരണം ഇന്നെക്കാട്ടും പവർ ഉള്ള ഒരാൾ ഇവിടെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ ഇതിനുണ്ടാവുമല്ലോ. അതിനെ കൊണ്ട് ഞാൻ കുറച്ചിട്ട് അടിച്ചേ. പിന്നെ ഇതെന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആരാ കുടുങ്ങുക? എടാ ശരിക്കും ആരാ കുടുങ്ങുക? ചുമക്കണ്ടോ? എനിക്കാ ചുമക്കുന്ന. എല്ലാവർക്കും ചുമയായപ്പോ. അതെ, ഈ ചുമക്ക് വേറെ കാര്യമുണ്ട്. പെരുമ്പാമ്പില്ലേ, പെരുമ്പാമ്പിന് നെയ്യ് കഴിച്ചിട്ട് ചുമ മാറുന്നു കേട്ടിക്കുന്നു. അത് കഴിച്ചാ മാറും. പക്ഷെ ഈ പെരുമ്പാമ്പിന്റെ നെയ്യ് കേടുന്ന് കിട്ടാനാ? ഈ പെരുമ്പാമ്പിന്റെ നെയ്യ് എടുക്കേണ്ട ആവശ്യം വന്നപ്പം ഇന്നോട് ചോദിച്ചോ, നിങ്ങൾ പെരുമ്പാമ്പിന്റെ അച്ഛനാ? എടാ പെരുമ്പാമ്പിന്റെ അച്ഛനായിച്ചല്ല, എന്റെ വീടിന്റെ ബാക്കിൽ ഒരു 4 ഞാൻ കെട്ടിട്ടിക്കല്ലേ. അത് വാടായിരിക്കും. ആടല്ലടാ, പെരുമ്പാമ്പിന്റെ 4 ഞാൻ കെട്ടിട്ടിക്ക. എടാ നെയ്യ് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരു പലകന്റെ മുകളിൽ ഒരു ബ്ലേഡ് ഇങ്ങനെ നീളത്തിൽ അടിച്ചിട്ടിക്ക. അങ്ങനെ ഈ പെരുമ്പാമ്പ് നെയ്യായി കഴിഞ്ഞാല് പെരുമ്പാമ്പിനുള്ളിൽ കൂടെ ഇങ്ങനെ ഒരു പോക്ക. ആ പോക്കിന്റെ അകത്ത് 2 സൈഡിലും നെയ്യ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പൊ ഞാൻ ഉണ്ടാക്കും ഈ നെയ്യ് ഒന്നായിട്ട് വാരി വലിയൊരു കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നത്. കുപ്പിയിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അക്ക് വേണമെങ്കിലും തരാം, അക്ക് വേണമെങ്കിലും തരാം. ഒരു മിനിറ്റ്, ഓർഡർ ഉണ്ടോ? നോക്കട്ടെ ഓർഡർ ഉണ്ടോ? പെരുമ്പാമ്പിന്റെ ഓർഡർ. ഹലോ, നമ്മള് പറഞ്ഞ ആൾ ഇവിടെ തന്നെ ഉള്ളത്. ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. അയാൾ ഒറ്റയ്ക്കാണോന്ന് അറിയില്ല, ടീമാണോന്ന് അറിയില്ല. ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ. അല്ലല്ല, ഞാൻ ഒറ്റയ്ക്കാ. അയാൾ ഒറ്റയ്ക്കാന്നൊക്കെയാ പറയുന്നത്. ശരി, ഞാൻ വിളിക്കാം. നിങ്ങൾ കാര്യം ചെയ്ത് കുറച്ച് ടീമിനെ കൂടെ വിട്. ശരി. അതെ, ടീം ഇപ്പൊ വരും. അതെ, നമുക്ക് പോയാലോ? ടീം വന്നോട്ടെ. ടീം വരുന്നതിന് മുന്നേ നമുക്ക് വേറെ നെയ്യ് എടുക്കട്ടെ. വാ. ഇങ്ങോട്ട് പെരുമ്പാമ്പിന് നെയ്യ് എടുക്കാനാ? നീ എന്താ വിചാരിച്ചേ ഞാൻ ആരാന്നറിയോ? ഓട്ടോറിക്ഷ. ആഹാ, ഞാനേ ആള് മാറി വന്നതാ. അതന്നെ, ഓട്ടോറിക്ഷയിൽ വയ്യേറ്റിട്ട് നേരത്തെ പറഞ്ഞല്ലേ. എടാ, ഞാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയാടോ. സാറേ, താനെന്താ വിചാരിച്ചത് കാട്ടിക്കറി പെരുമ്പാമ്പിനൊക്കെ കൊല്ലാന്നോ? ഞാൻ അങ്ങനെ ചെയ്യില്ല. താനോട് സാഷ്ടാംഗം പറഞ്ഞോട് താൻ ചെയ്യാറുണ്ടെന്നുള്ളത് താൻ കേട്ടല്ലേ? താൻ സാക്ഷി പറയാൻ കോടതിയിലെത്തണം. ഞാൻ പറയൂ. കൊണ്ടോലി ഏതായാലും കൊണ്ടോല. നിങ്ങളൊരു കാര്യം ചെയ്യോ? എന്താ? ആ പെരുമ്പാമ്പിന്റെ ഫോട്ടോ നിങ്ങളെ ഫോണിൽ കാണിച്ചു തരോ? എന്തിന്? ഏതായാലും കൊണ്ടുപോയി കോടതി കയറ്റൂലേ? അപ്പൊ ആടെ കൊറേ പെരുമ്പാമ്പിന് പകരം ഞാൻ വേറെ ഏതെങ്കിലും ഒരു പാമ്പിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കേസും കൂടി എന്റെ പേരിലാവില്ലേ? അതിനെക്കൊണ്ട് നിങ്ങൾ ദയവ് ഇത് കണ്ട ആ പെരുമ്പാമ്പിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരി. ഞാൻ പെരുമ്പാമ്പിനെ കണ്ടിട്ടില്ല, പുലിനെ കഞ്ചി പേടിയാണ്.